സോഷ്യൽ മീഡിയ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രമുഖ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസ് വീണ്ടും ലഹരിക്കേസിൽ പിടിയിലായിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള MG റെസിഡൻസിൽ വെച്ച കൊച്ചി സിറ്റി പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് റിൻസിയും സംഘവും കുടുങ്ങിയത്. ലഹരി ഉപയോഗിക്കാനും വിതരണം ചെയ്യാനുമായി ഇവർ ഹോട്ടലിൽ താവളമടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. റിൻസിക്കൊപ്പം മറ്റ് 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഴക്കാല സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂറനാട് സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലുള്ള മറ്റുള്ളവർ. ഇവരുടെ പക്കൽ നിന്ന് ഏകദേശം 3.58 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. വിപണിയിൽ വലിയ മൂല്യമുള്ള മാരക ലഹരി മരുന്നാണ് ഇത്. മുറിയിൽ വെച്ച ലഹരി കൈമാറുന്നതിനിടെയാണ് പോലീസ് സംഘം ഇവരെ വളഞ്ഞത്. ഇത് ആദ്യമായല്ല റിൻസി മുംതാസ് ലഹരി കേസിൽ അകപ്പെടുന്നത്. 2025 ജൂലൈ മാസത്തിലും സമാനമായ രീതിയിൽ MDMAയുമായി റിൻസിയെ പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ജാമ്യത്തിലിറങ്ങിയ താരം വീണ്ടും ലഹരി മാഫിയയുടെ ഭാഗമായി മാറുകയായിരുന്നുവെന്നാണ് പുതിയ അറസ്റ്റ് സൂചിപ്പിക്കുന്നത്. ലഹരി വിതരണ ശൃംഖലയിലെ സജീവ സാന്നിധ്യമാണ് ഇവരെന്നും പോലീസ് സംശയിക്കുന്നു. മലയാള സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്ന വിളിപ്പേരിലാണ് റിൻസി അറിയപ്പെട്ടിരുന്നതെന്ന് കഴിഞ്ഞ തവണത്തെ അറസ്റ്റിന് ശേഷം പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. സിനിമാ പ്രൊമോഷൻ പരിപാടികളുടെ മറവിൽ സിനിമാ താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും ലഹരി എത്തിച്ചു നൽകുന്നതിൽ ഇവർക്ക് പ്രധാന പങ്കുണ്ടെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ലഹരി മരുന്ന് തടസ്സമില്ലാതെ ഒഴുകാൻ റിൻസി വഴി ഒരുക്കിയിരുന്നു. കോഴിക്കോട് ഫറോക്ക് സ്വദേശിനിയായ റിൻസി മുംതാസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വളരെയധികം സജീവമായിരുന്നു. ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള റിൻസി പലപ്പോഴും താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാറുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയ പ്രശസ്തി ലഹരി വിതരണത്തിനുള്ള ഒരു മറയായി ഇവർ ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. യുവതാരങ്ങൾക്കിടയിൽ വളരെ വേഗത്തിൽ സ്വാധീനമുറപ്പിക്കാൻ റിൻസിക്ക് സാധിച്ചിരുന്നു. പല വൻകിട സിനിമകളുടെയും പ്രൊമോഷൻ പരിപാടികൾ ഇവർ നേരിട്ടാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ഈ അവസരങ്ങൾ ഉപയോഗിച്ച പ്രമുഖ വ്യക്തികളിലേക്ക് ലഹരി എത്തിക്കാൻ ഇവർക്ക് എളുപ്പത്തിൽ സാധിച്ചു. കൊക്കൈൻ, MDMA തുടങ്ങിയ വീര്യമേറിയ രാസലഹരികളാണ് ഇവർ വിതരണം ചെയ്തിരുന്നതെന്ന് പോലീസ് മുൻപ് കണ്ടെത്തിയിരുന്നു. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ ഇവർ എത്തിയത് ആർക്കു വേണ്ടിയാണെന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിമാനത്താവളത്തിനടുത്തുള്ള പ്രദേശം തിരഞ്ഞെടുത്തതിന് പിന്നിൽ ലഹരി കടത്ത് ലക്ഷ്യമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പിടിയിലായ മറ്റ് 3 യുവാക്കൾക്കും ലഹരി മാഫിയയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വൻ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റിൻസിയുടെ രണ്ടാമത്തെ അറസ്റ്റ്. പ്രമുഖ താരങ്ങളുമായുള്ള ഇവരുടെ ബന്ധം അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. ലഹരി മാഫിയയുടെ കണ്ണിയിലെ പ്രധാനിയായ ഒരു കാരിയർ എന്ന നിലയിലാണ് പോലീസ് റിൻസിയെ ഇപ്പോൾ കാണുന്നത്. റിൻസിയുടെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നതിലൂടെ ലഹരി ഇടപാടിന്റെ വലിയൊരു മാഫിയയെ തന്നെ തകർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സിനിമാ മേഖലയിൽ ആർക്കൊക്കെ ഇവർ ലഹരി നൽകി എന്നതിനെ കുറിച്ചും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ലഹരി മരുന്ന് വാങ്ങുന്നവരുടെയും നൽകുന്നവരുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട്. ലഹരിക്കെതിരായ സർക്കാരിന്റെ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ ശക്തമായി തുടരുന്നതിനിടയിലും പ്രശസ്തമായ വ്യക്തികൾ തന്നെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള ഇൻഫ്ലുവൻസർമാർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.